ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗത്തിനെതിരെ നേരിട്ട് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഒന്നുറപ്പിച്ചോളൂ, സതീശൻ സർക്കാരിൽ ആദ്യം വൈദ്യുതി മന്ത്രി സ്ഥാനം കൊടുത്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിന് വേണ്ടി തന്നെ നിർബന്ധം പിടിച്ച കെ മുരളീധരൻ ചിലത് കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിൽ അധികാരത്തിലിരുന്ന സഖാക്കൾ മുഴുവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ടിരുന്ന വാർത്തയും അന്വേഷണവും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാവായിരുന്നു കെ മുരളീധരൻ. അന്ന് ഭരണം കയ്യിലില്ല, പിണറായിയുടെ പോലീസാണെന്ന് SIT എന്നറിയപ്പെടുന്നത്, കോടതിയുടെ മേൽനോട്ടമായിരുന്നു ഇതിനെല്ലാം. പക്ഷെ അതെല്ലാം നന്നായി പോകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്നുള്ള മുന്നറിയിപ്പ് മുരളീധരൻ അന്ന് തന്നെ നൽകിയതാണ്. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കൂടിയായ മുരളീധരൻ. PS പ്രശാന്തിൻ്റെ കാലത്ത് ആ ഭരണസമിതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന സന്തോഷ് കുമാറിനെതിരെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി SITക്ക് കത്ത് നൽകി. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർക്കുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സന്തോഷിനെയും ഇപ്പോൾ പ്രതി ചേർക്കണമെന്ന് മന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നത്. അത്രയ്ക്കും വിശ്വാസയോഗ്യമായ തെളിവുകൾ കയ്യിൽ കിട്ടിയത് കൊണ്ടായിരിക്കും മന്ത്രിയുടെ ഈ ഇടപെടൽ എന്ന് ഉറപ്പായി കഴിഞ്ഞു. മുരളീധരൻ്റെ വഴിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും ഉള്ളത് എന്നാണ് അറിയുന്നത്. പിണറായി കാലത്തെ ദേവസ്വം മന്ത്രിമാരായിരുന്നെങ്കിൽ നമുക്കറിയാം ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, ദേവസ്വം മന്ത്രിമാർ തന്നെയായിരുന്നു യഥാർത്ഥ മോഷ്ടാക്കൾ എന്നൊരു സത്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും രാവും പകലും പോലെ വ്യത്യസ്തനാണ് ഇപ്പോഴത്തെ മന്ത്രി മുരളീധരൻ. ഒരു പൊടിക്ക് വിടുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് തന്നെ SITയും അതുപോലെ കോടതിയുമൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ യാതൊരു അനുമതിയും വാങ്ങാതെയാണ് 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും അടക്കം സ്വർണം പൂശാനായി നൽകിയത് എന്ന് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. കൂടാതെ 2019 നടന്ന സമാനമായ ഇടപാട് മറച്ചുവെക്കാനും മുൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ പാളികൾ കൊടുത്തുവിട്ടത് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്നത്. പ്രശാന്തിനും ബോർഡ് അംഗങ്ങൾക്കും പുറമെ ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. PS പ്രശാന്തിൻ്റെ കാലത്തെ ഇടപാടുകളിലെ ഭരണപരമായ വീഴ്ചകൾക്കും ഗൂഢാലോചനകൾക്കും എതിരെ പ്രത്യേകമായി കേസെടുക്കാനാണ് ഇപ്പോൾ SITയുടെ തീരുമാനം. ഇതെല്ലാം മുരളീധരൻ എഫക്റ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെയും കൂട്ടുനിന്നവരെയും കണ്ണടച്ചവരെയും എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന നിർബന്ധമാണ് കെ മുരളീധരൻ എന്ന ദേവസ്വം മന്ത്രിയെ ഇപ്പോൾ നയിക്കുന്നത്. അതിലൊരാൾ ഒഴിഞ്ഞാൽ മന്ത്രിക്ക് സഹിക്കില്ല. അതാണ് സന്തോഷിനെ പ്രത്യേകം മുരളീധരൻ പൊക്കിയെടുത്തത്. മുരളീധരൻ്റെ ഈ പ്രത്യേകമായ അന്വേഷണം പിണറായിയുടെ പടിക്കൽ വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല.